ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള രണ്ടാമത്തെ താക്കോൽ എന്ന് പറയുന്നത് വെള്ളം ധാരാളമായി ഉപയോഗിക്കുക, ശരീരത്തിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണത്രേ. ഇപ്പോൾ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്ന് വെച്ചാൽ 70% വെള്ളമാണ്, ബാക്കിയേ ഉള്ളൂ കര എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 80% ഈ ശരീരത്തിൽ വെള്ളമാണത്രേ. അപ്പോൾ വെള്ളം ധാരാളം അകത്ത് ചെല്ലുക എന്ന് പറയുന്നത് ഈ പ്രപഞ്ചവുമായി യോജിച്ചു പോകാൻ വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ 70% വെള്ളം ഉണ്ടായിരിക്കണമെന്നാണ് കണക്ക്. അപ്പോൾ സാധാരണ ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ 10-12 ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കുക. അത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ കഴുകിക്കളയാൻ വളരെയധികം പ്രയോജനപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി തന്നെ പലരും നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ പുതിയ കണ്ടെത്തൽ അനുസരിച്ച് ഈ വാട്ടർ തെറാപ്പി, രാവിലെ എഴുന്നേറ്റിട്ട് 10-12 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ നടപടിയാണെന്നാണ് പുതിയ കണ്ടെത്തലതാണ്. അപ്പോൾ എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം എന്ന് പറയുന്ന സാധനത്തിൽ വെള്ളമായിട്ട് കുടിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളായി അടിഞ്ഞുകൂടാനിടയുള്ള ക്ലോറിൻ, ഫ്ലോറൈഡുകൾ, മിനറലൻസ്, അതുപോലെയുള്ള മാലിന്യങ്ങൾ ധാരാളം ഉണ്ടത്രേ. ഏറ്റവും കുടിക്കാൻ നല്ലതെന്ന് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കും. പക്ഷേ ഈ വെള്ളത്തിന്, ഇങ്ങനെ കഴിക്കുന്ന വെള്ളത്തിനൊന്നും തന്നെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ കഴുകിക്കളയാൻ യാതൊരു കഴിവുമില്ല എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്? മാർഗം ഒന്നേ ഉള്ളൂ: പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും. ഈ സംഗതികൾക്ക് മാത്രമേ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ കഴുകിക്കളയാൻ കഴിവുള്ളൂ. ഈ പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും കിട്ടുന്ന ജലമാണ് യഥാർത്ഥ ജലം.